നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം റൊണാൾഡോയെക്കുറിച്ചാണ് ഈ വീഡിയോ. റൊണാൾഡോ ലൂയിസ് നസാരിയോ ഡി ലിമ എന്ന റൊണാൾഡോ 90കളുടെ പകുതി തൊട്ട് 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം വരെ ലോക ഫുട്ബോളിൽ നിറഞ്ഞു നിന്ന ബ്രസീലിയൻ സൂപ്പർ സ്റ്റാർ. ഫുട്ബോളിലെ സ്ട്രൈക്കർ എന്ന പൊസിഷനെ പുനർനിർവചിച്ച അസാമാന്യ പ്രതിഭ. തന്നെ പിന്തുടർന്നു വന്ന സ്ട്രൈക്കർമാരുടെ ഒരു തലമുറയെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു സ്ട്രൈക്കർ ആധുനിക ഫുട്ബോളിലുണ്ടാകില്ല. 3 തവണ ഫിഫയുടെ ലോക ഫുട്ബോളർ പുരസ്കാരവും 2 തവണ ബാലൻ ദി ഓർ പുരസ്കാരവും നേടിയ റൊണാൾഡോ തൻ്റെ തലമുറയിലെ ഏറ്റവും മികച്ച ഗോളടിക്കാരനായിരുന്നു. 1994 ബ്രസീൽ ലോകകപ്പ് ജയിച്ചപ്പോൾ സ്ക്വാഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്നു റൊണാൾഡോ. അന്ന് അയാൾക്ക് പ്രായം വെറും 17 വയസ്സായിരുന്നു. 4 വർഷത്തിന് ശേഷം നടന്ന ഫ്രാൻസ് ലോകകപ്പിൻ്റെ ഫൈനലിൽ അസുഖബാധിതനായിട്ടും കളിക്കാനിറങ്ങിയ റൊണാൾഡോയ്ക്ക് പക്ഷേ ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുക്കാനായില്ല. എന്നാൽ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ ലഭിച്ചത് റൊണാൾഡോയ്ക്കായിരുന്നു. 2002 ലോകകപ്പിൽ റൊണാൾഡോ ബ്രസീലിനെ ജേതാക്കളാക്കുക തന്നെ ചെയ്തു. അന്ന് റൊണാൾഡീഞ്ഞോയ്ക്കും റിവാൾഡോയ്ക്കുമൊപ്പം ചേർന്ന് ബ്രസീലിൻ്റെ മുന്നേറ്റ നിരയെ നയിച്ച റൊണാൾഡോ എതിരാളികളെ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തി. ഫൈനലിൽ 2 ഗോളടിച്ച റൊണാൾഡോ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ചതിനുള്ള ഗോൾഡൻ ബൂട്ട് നേടി. തുടർന്ന് 2002 ഫിഫയുടെ ലോക ഫുട്ബോളർ പുരസ്കാരവും ബാലൻ ദി ഓർ പുരസ്കാരവും നേടിയ റൊണാൾഡോ പരിക്കിൽ നിന്ന് തിരിച്ചു വന്ന് മികച്ച കളി കാഴ്ചവെച്ചതിനുള്ള ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ഫോർ കംബാക്ക് ഓഫ് ദ ഇയർ പുരസ്കാരവും സ്വന്തമാക്കി. 2006 ലോകകപ്പിൽ റൊണാൾഡോ തൻ്റെ 15ാം ലോകകപ്പ് ഗോൾ നേടി. അന്ന് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള റെക്കോർഡായിരുന്നു അത്. 1997 കോപ്പ അമേരിക്ക ബ്രസീൽ ജയിച്ചപ്പോൾ റൊണാൾഡോ ആയിരുന്നു പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ്. 1999 ബ്രസീൽ വീണ്ടും കോപ്പ അമേരിക്ക ജയിച്ചപ്പോൾ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് റൊണാൾഡോ ആയിരുന്നു. 2004 സാക്ഷാൽ പെലെ തെരഞ്ഞെടുത്ത ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച 100 കളിക്കാരുടെ കൂട്ടത്തിൽ റൊണാൾഡോയും ഉണ്ടായിരുന്നു. ബ്രസീലിയൻ ഫുട്ബോൾ മ്യൂസിയം ഹാൾ ഓഫ് ഫെയിം, ഇറ്റാലിയൻ ഫുട്ബോൾ ഹാൾ ഓഫ് ഫെയിം, ഇന്റർ മിലാൻ ഹാൾ ഓഫ് ഫെയിം, റയൽ മാഡ്രിഡ് ഹാൾ ഓഫ് ഫെയിം എന്നിവയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കളിക്കാരനാണ് റൊണാൾഡോ. 2020 ഫ്രാൻസ് ഫുട്ബോൾ മാസിക എക്കാലത്തെയും മികച്ച 11 ബാലൻ ദി ഓർ ഡ്രീം ടീം എന്ന പേരിൽ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ റൊണാൾഡോയും ഉണ്ടായിരുന്നു. 1976 സെപ്റ്റംബർ 18 ബ്രസീലിലെ ഇറ്റഗുവായിലാണ് റൊണാൾഡോ ജനിച്ചത്. അവൻ്റെ 11ാമത്തെ വയസ്സിൽ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. അധികം വൈകാതെ ഫുട്ബോളിൽ ഒരു കരിയർ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ റൊണാൾഡോ സ്കൂൾ പഠനം നിർത്തി. പിന്നീട് റിയോ ഡി ജനീറോയ്ക്ക് അടുത്തുള്ള ബെൻഡോ റിബൈറോയുടെ തെരുവുകളിൽ അവൻ സദാസമയവും ഫുട്ബോൾ കളിച്ചു നടന്നു. അതിനെക്കുറിച്ച് റൊണാൾഡോയുടെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ അവൻ എപ്പോഴും തെരുവിൽ കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നു. അവനോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. 12ാമത്തെ വയസ്സിൽ റൊണാൾഡോ സോഷ്യൽ റാമോസിൻ്റെ ഫുട്സാൽ ടീമിൽ ചേർന്നു. നഗരത്തിലെ യൂത്ത് ലീഗിലെ തൻ്റെ ആദ്യ ഫുട്സാൽ സീസണിൽ 166 ഗോളാണ് അവൻ അടിച്ചു കൂട്ടിയത്. ഒരു മത്സരത്തിൽ അവൻ്റെ ടീം 12 ഗോൾ അടിച്ചപ്പോൾ അതിൽ 11 നേടിയത് റൊണാൾഡോയായിരുന്നു. തൻ്റെ ഫുട്ബോൾ കളിക്കാനുള്ള കഴിവ് തേച്ചു മിനുക്കിയെടുത്തത് ഫുട്സാൽ ആയിരുന്നുവെന്ന് പറയുന്ന റൊണാൾഡോ എക്കാലവും തൻ്റെ ആദ്യ പ്രണയം ഫുട്സാലിനോടായിരിക്കുമെന്നും ഒരിക്കൽ പറഞ്ഞു. സോഷ്യൽ റാമോസിലെ അവൻ്റെ പരിശീലകനായിരുന്ന അലീറിയോ കാർവാലോ പറയുന്നത് കേൾക്കുക. റൊണാൾഡോയെക്കുറിച്ച് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം അവൻ്റെ സമീപനമായിരുന്നു. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലെത്തിയതുപോലെയായിരുന്നു അവൻ. ഒന്നും അവനെ ശല്യപ്പെടുത്തിയില്ല. ഒന്നിനും കളിയിലുള്ള അവൻ്റെ ശ്രദ്ധയെ മാറ്റാൻ കഴിഞ്ഞില്ല. ബ്രസീലിൻ്റെ മുൻ കളിക്കാരനായിരുന്ന ജെയിർസിഞ്ഞോ റൊണാൾഡോയുടെ കളി കണ്ടതോടെ അയാൾ പരിശീലകനായിരുന്ന സാവോ ക്രിസ്റ്റാവോ ക്ലബിലേക്ക് അവനെ കൊണ്ടുപോയി. അവിടെ പരിശീലകനായ ആൽഫ്രെഡോ സാമ്പായിയോയുടെ കീഴിൽ
റൊണാൾഡോ അതിവേഗം മികച്ച കളിക്കാരനായി മാറി. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ക്ലബിൻ്റെ അണ്ടർ 17, അണ്ടർ 20 ടീമുകൾക്ക് വേണ്ടി അവൻ കളിച്ചു. എന്നാൽ കുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ ഇഷ്ട ടീമായിരുന്ന ഫ്ലമംഗോ റൊണാൾഡോയെ തള്ളിയത് അവനെ വേദനിപ്പിച്ചു. പരിശീലനത്തിന് കൃത്യമായി എത്താത്തതായിരുന്നു കാരണം. പരിശീലന മൈതാനത്തേക്ക് എത്താൻ റൊണാൾഡോയ്ക്ക് 1 മണിക്കൂർ ബസ്സിൽ സഞ്ചരിക്കേണ്ടിയിരുന്നു. ബസ് ചാർജിനുള്ള പണം കൈവശമില്ലാത്തതിനാലായിരുന്നു അവന് കൃത്യമായി പരിശീലനത്തിന് എത്താൻ കഴിയാതിരുന്നത്. തുടർന്ന് ജെയ്ർസിഞ്ഞോ അവനെ തൻ്റെ മുൻ ക്ലബ്ബായ ക്രുസൈറോയിലേക്ക് ശുപാർശ ചെയ്തു. അന്ന് അവൻ്റെ പ്രായം 16 വയസ്സായിരുന്നു. ക്ലബിൻ്റെ യൂത്ത് ടീമിലെ അരങ്ങേറ്റത്തിൽ അവൻ 4 ഗോൾ അടിച്ചു. ക്രുസൈറോയ്ക്ക് വേണ്ടി 2 സീസണിലെ 47 കളിയിൽ 44 ഗോളാണ് റൊണാൾഡോ അടിച്ചത്. ഇതോടെ അയാൾ ദേശീയ ശ്രദ്ധയാകർഷിച്ചിരുന്നു. തുടർന്ന് 1994 മാർച്ച് 23-ന് അവൻ ബ്രസീൽ സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു. അർജന്റീനയ്ക്കെതിരായ സൗഹൃദ മത്സരത്തിലായിരുന്നു അത്. മറ്റൊരു സൗഹൃദ മത്സരത്തിൽ ഐസ്ലൻഡിനെതിരെയായിരുന്നു റൊണാൾഡോ ബ്രസീൽ കുപ്പായത്തിൽ തൻ്റെ ആദ്യ ഗോൾ അടിച്ചത്. 17-ാമത്തെ വയസ്സിൽ 1994 ലോകകപ്പിനുള്ള ബ്രസീൽ ടീമിൽ ഇടം പിടിച്ചെങ്കിലും ടൂർണമെൻറ്റിൽ ഒരു മത്സരം പോലും കളിക്കാനുള്ള അവസരം റൊണാൾഡോയ്ക്ക് ലഭിച്ചില്ല. ബ്രസീൽ ടൂർണമെൻറ്റിൽ ജേതാക്കളായി. ലോകകപ്പിന് ശേഷം PSVയിൽ ചേർന്ന റൊണാൾഡോ അവിടെ 2 വർഷം കളിച്ചതിന് ശേഷം സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണയിലേക്ക് കൂടുമാറി. $19.5 മില്യൺ ആയിരുന്നു റൊണാൾഡോയുടെ പ്രതിഫലം. അന്നത് റെക്കോർഡ് തുകയായിരുന്നു. സീസണിൽ എല്ലാ ചാമ്പ്യൻഷിപ്പിലുമായി റൊണാൾഡോ 49 മത്സരങ്ങളിൽ നിന്ന് 47 ഗോളാണ് നേടിയത്. ലാലിഗയിൽ മാത്രം 37 കളികളിൽ നിന്ന് 34 ഗോൾ നേടി. ഇതോടെ യൂറോപ്യൻ ഗോൾഡൻ ഷൂ അയാൾ കരസ്ഥമാക്കി. 1996-ൽ 20-ാമത്തെ വയസ്സിൽ റൊണാൾഡോ ഫിഫ ലോക ഫുട്ബോളർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി. ഒരു സീസൺ മാത്രം ബാഴ്സലോണയ്ക്ക് കളിച്ച റൊണാൾഡോ അടുത്ത സീസണിലെ ഇറ്റലിയിലെ വമ്പൻ ക്ലബ്ബായ ഇന്റർ മിലാനിലേക്ക് മാറി. $27 മില്യൺ ആയിരുന്നു റൊണാൾഡോയുടെ പ്രതിഫലം. അന്ന് അതൊരു ലോക റെക്കോർഡായിരുന്നു. ഇതോടെ അയാൾ ട്രാൻസ്ഫർ തുകയുടെ കാര്യത്തിൽ ഡീഗോ മറഡോണയ്ക്ക് ശേഷം 2 തവണ ലോക റെക്കോർഡ് തിരുത്തുന്ന താരമായി. 5 വർഷത്തെ കരാറാണ് റൊണാൾഡോ ഇന്റർ മിലാനുമായി ഒപ്പിട്ടത്. ഇറ്റാലിയൻ ലീഗിലെ ആദ്യ സീസണിൽ അയാൾ 25 ഗോൾ അടിക്കുകയും സീരി എ ഫുട്ബോളർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സീസണിൻ്റെ പകുതി ആകുമ്പോഴേക്കും റൊണാൾഡോ 2ാമതും ഫിഫ ലോക ഫുട്ബോളർ പട്ടം നേടി. ആ വർഷത്തെ ബാലൺ ദി ഓർ പുരസ്കാരവും അയാളെ തേടിയെത്തി. 1998 ലോകകപ്പിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കറായി അന്ന് റൊണാൾഡോ വാഴ്ത്തപ്പെട്ടു. റൊണാൾഡോ ഇന്റർ മിലാനു വേണ്ടി കളിക്കുമ്പോൾ AC മിലാന്റെ പ്രതിരോധ താരമായിരുന്ന പൗളോ മാൾഡിനി പറഞ്ഞത് താൻ നേരിട്ടവരിൽ ഏറ്റവും മികച്ച 2 താരങ്ങൾ ഡീഗോ മറഡോണയും റൊണാൾഡോയും ആണെന്നായിരുന്നു. എന്നാൽ 1999 തൊട്ട് 2002 വരെയുള്ള സീസണുകളിൽ അയാൾ ഏറെക്കാലവും പരിക്കിൻ്റെ പിടിയിലായി. 2000-2001 സീസൺ പൂർണ്ണമായും അയാൾക്ക് പരിക്ക് കാരണം നഷ്ടമായി. തുടർന്ന് ആ പരിക്കുകളിൽ നിന്ന് പൂർണ്ണമായും മോചിതനായി അയാൾ തിരിച്ചെത്തുന്നത് 2002 ലോകകപ്പിനാണ്. അതയാൾ അവിസ്മരണീയമാക്കുകയും ചെയ്തു. ടൂർണമെൻറ്റിൽ 8 ഗോൾ അടിച്ച റൊണാൾഡോ ബ്രസീലിന് ലോക കിരീടം നേടിക്കൊടുക്കുകയും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിനുള്ള ഗോൾഡൻ ബൂട്ട് നേടുകയും ചെയ്തു. തുടർന്ന് റൊണാൾഡോ 2007 വരെ റയൽ മാഡ്രിഡിന് വേണ്ടിയാണ് കളിച്ചത്. 46 മില്യൺ യൂറോ ആയിരുന്നു റയൽ റൊണാൾഡോയ്ക്ക് പ്രതിഫലമായി നൽകിയത്. ക്ലബിനു വേണ്ടി കളിക്കാനിറങ്ങിയ ആദ്യ ദിനം അയാളുടെ പേരുള്ള ജേഴ്സി വിറ്റഴിഞ്ഞത് സർവകാല റെക്കോർഡും തകർത്താണ്. റയലിനൊപ്പം 2003 ലാലിഗ കിരീടം റൊണാൾഡോ നേടി. റയലിനു വേണ്ടി 127 മത്സരങ്ങളിൽ നിന്ന് 83 ഗോളാണ് റൊണാൾഡോ അടിച്ചത്. 2006 ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിൽ ജപ്പാനെതിരെ 2 ഗോൾ നേടിയതോടെ 3 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന 20ാമത്തെ കളിക്കാരനായി. പ്രീ ക്വാർട്ടറിൽ ഗാനയ്ക്കെതിരെ ഗോളടിച്ചതോടെ ലോകകപ്പിലെ 15ാമത്തെ ഗോളാണ് റൊണാൾഡോ നേടിയത്. അന്ന് ഇതൊരു റെക്കോർഡായിരുന്നു. ഇതോടെ ജർമ്മനിയുടെ ക്ലിൻസ്മാന് ശേഷം 3 ലോകകപ്പുകളിൽ ചുരുങ്ങിയത് 3 ഗോളെങ്കിലും നേടുന്ന താരമായും
റൊണാൾഡോ മാറി. പിന്നീട് ഈ റെക്കോർഡ് ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസ മറികടന്നു. ക്ലോസ 3 ലോകകപ്പുകളിൽ ചുരുങ്ങിയത് 4 ഗോളെങ്കിലും നേടി. 2006 ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് 1 ഗോളിന് തോറ്റ് ബ്രസീൽ പുറത്തായതോടെ റൊണാൾഡോയുടെ മുന്നേറ്റവും അവസാനിച്ചു. ആ ലോകകപ്പിലെ 3ാമത്തെ ഉയർന്ന ഗോൾ സ്കോററായ റൊണാൾഡോ ബ്രൗൺസ് ഷൂ നേടി. 2007-2008 സീസണിൽ AC മിലാനു വേണ്ടിയും 2009 മുതൽ 2011 വരെ കൊറിന്ത്യൻസിന് വേണ്ടിയും കളിച്ച റൊണാൾഡോ 2011 ഫെബ്രുവരിയിൽ വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു. ബ്രസീലിനു വേണ്ടി 98 മത്സരങ്ങളിൽ നിന്ന് 62 ഗോളാണ് റൊണാൾഡോ സ്കോർ ചെയ്തത്. എക്കാലത്തെയും മികച്ച ഏറ്റവും പൂർണ്ണതയുള്ള സ്ട്രൈക്കറായാണ് റൊണാൾഡോ കണക്കാക്കപ്പെടുന്നത്. സ്വയം ഗോളടിക്കുന്നതിൽ മാത്രമല്ല, സഹകളിക്കാർക്ക് ഗോളടിക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നതിലും റൊണാൾഡോ മിടുക്കനായിരുന്നു. പാസ് ചെയ്യാനും ക്രോസ് ചെയ്യാനുമുള്ള റൊണാൾഡോയുടെ കഴിവ് അത്രത്തോളമായിരുന്നു. അത്യധികം കരുത്തും വേഗതയുമുള്ള സ്ട്രൈക്കറായിരുന്നു റൊണാൾഡോ. ഒപ്പം ഉയർന്ന സാങ്കേതിക തികവുള്ള കളിക്കാരനുമായിരുന്നു അയാൾ. ഇരുകാലുകൾ കൊണ്ടും നന്നായി കളിക്കാൻ കഴിയുന്ന റൊണാൾഡോയെ ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച ഡ്രിബ്ലർമാരിൽ ഒരാളായാണ് കണക്കാക്കുന്നത്. പന്തിനുമേലുള്ള അസാധാരണ നിയന്ത്രണവും ശരീരത്തിൻ്റെ ബാലൻസും ഗംഭീര പാദചലനങ്ങളും കൊണ്ട് അയാൾ കളിക്കാരെ ഓരോരുത്തരെയായി വെട്ടിയൊഴിഞ്ഞു. അതിവേഗം ഡ്രിബിൾ ചെയ്ത് ഓടിക്കയറാനും പ്രതിരോധ നിരയെ വെട്ടിയൊഴിയാനുമുള്ള അയാളുടെ കഴിവ് അപാരമായിരുന്നു. മികച്ച ഫോമിൽ കളിക്കുമ്പോൾ റൊണാൾഡോയെ പിടിച്ചു നിർത്തുക ഏതാണ്ട് അസാധ്യം തന്നെയായിരുന്നു. ഇന്ന് ബ്രസീൽ ഫുട്ബോളിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഓരോ ആരാധകനും റൊണാൾഡോയെ ഓർത്തുപോകുന്നുണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം അയാൾ ലോകത്തെ വിറപ്പിച്ച ആ കാലം അത്രമാത്രം ഗംഭീരമായിരുന്നു. എന്തായാലും റൊണാൾഡോയെ പോലെ ഒരു സ്ട്രൈക്കർ ബ്രസീൽ നിരയിൽ ഇനിയുണ്ടാകുമോ എന്നത് ആരെയും കുഴക്കുന്ന ചോദ്യമാണ്. അങ്ങനെയൊരാൾ വരുന്ന കാലത്തിനായി ബ്രസീലും ലോകവും കാത്തിരിക്കുകയാണ്.